Good morning. Good morning, Miss. Morning. Good morning, ma'am. Morning. Good morning, ma'am. Morning. Morning. Good morning. ഇതൊക്കെയുണ്ട് സുഖാണോ എല്ലാവർക്കും? മോർണിംഗ്. മോർണിംഗ്. സുഖം. മഴയാണ് അല്ലെ? മഴ തുടങ്ങി. ചൂട് മാറി മഴയായി. സുഖം. കുഴപ്പമില്ല. കുറച്ച് പേരോട് കേട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സിക്സ്ത് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു ആരെങ്കിലും ടീച്ചേഴ്സ്? സെക്കൻഡ്. ശരി. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കഴിച്ചു. സ്റ്റാർട്ട് ചെയ്യാം.
Page number 81. Chapter 7. Drugs and Pharmaceuticals ആണ് എടുക്കുന്നത് കേട്ടോ. Module 5. Okay. നമ്മുടെ സ്റ്റോറേജ് പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞല്ലേ? ഓരോ ഡ്രഗ്സിന്റെയും ചെയ്തല്ലേ? സ്റ്റോറേജ് ഓഫ് മെഡിക്കേഷൻ ഇൻ പേഷ്യൻസ് റൂം വരെ എടുത്ത് നിർത്തിയതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഓക്കെ ശരി. Manufacturing and expiry date of drugs. Manufacturing and expiry date of drugs. Production date or manufacturing date. ഈ പ്രൊഡക്ഷൻ ഡേറ്റ് തന്നെയാണ് മാനുഫാക്ചറിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. പ്രൊഡക്റ്റ് ചെയ്ത ആ പ്രൊഡക്റ്റ് നമ്മൾ ഉത്പാദിപ്പിച്ച ഡേറ്റ് ആണ് പറയുന്നത്. മാനുഫാക്ചർ ചെയ്ത ഡേറ്റ് ആണ്. It is the date when the drug was manufactured. More accurately, it is the date when the batch or lot of cosmetic was produced. Expiration date, it is the date when the drug expired and should not be used. Okay. അപ്പോൾ എന്താണ് പ്രൊഡക്ഷൻ ഡേറ്റ് അല്ലെങ്കിൽ മാനുഫാക്ചർ ഡേറ്റ് എന്ന് പറയുന്നത്? എന്താണ്? ഒരു മരുന്ന് മാനുഫാക്ചർ ചെയ്തത് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ചെയ്ത ഡേറ്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഡക്ഷൻ ഡേറ്റ് അല്ലെങ്കിൽ മാനുഫാക്ചർ ഡേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡേറ്റ് വെൻ ദ ഡ്രഗ് വാസ് മാനുഫാക്ചർഡ്. അത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അണ്ടർലൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ഡേറ്റ് വെൻ ദ ഡ്രഗ് വാസ് മാനുഫാക്ചർഡ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോസ്മെറ്റിക് പ്രൊഡക്ട്സ് നമ്മൾ മാനുഫാക്ചർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാച്ച് നമ്മൾ തയ്യാറാക്കിയ ഒരു ഡേറ്റ് ആണ് എന്ത്? പ്രൊഡക്ഷൻ ഡേറ്റ് അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് ഡേറ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ. ഇനി എക്സ്പിറേഷൻ ഡേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എക്സ്പിറേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് എക്സ്പിറേഷൻ ഡേറ്റ് ഇറ്റ്സ് ദ ഡേറ്റ് വെൻ ദ ഡ്രഗ് എക്സ്പയർസ് ആൻഡ് ഷുഡ് നോട്ട് ബി യൂസ്ഡ്. എക്സ്പിറേഷൻ ഡേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ്പിറി ഡേറ്റ് എന്ന് പറയുന്നത് എന്താ? നമ്മള് അറിയാലോ നിങ്ങൾക്ക്. കാലാവധി കഴിഞ്ഞാൽ ഇറ്റ്സ് ദ ഡേറ്റ് വെൻ ദ ഡ്രഗ് എക്സ്പയർഡ് ആൻഡ് ഷുഡ് നോട്ട് ബി യൂസ്ഡ്. അതായത് മരുന്നുകൾ കാലഹരണപ്പെടുന്ന ഒരു സമയമാണ് അല്ലെ? അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് ഉപയോഗിക്കാൻ പാടുണ്ടോ? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ നമ്മൾ അത് ഉപയോഗിക്കാൻ പാടുണ്ടോ? ഇല്ല. അതിനാണ് നമ്മൾ ഓൾറെഡി ആ ഒരു ഡേറ്റ്, രണ്ട് ഡേറ്റ്സും കൊടുത്തിരിക്കുന്നത്. അത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് എന്നാണെന്നും അതിന്റെ എക്സ്പയറി ഡേറ്റും കൃത്യമായിട്ട് നമ്മൾ എല്ലാ ഡ്രഗ്സിലും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ രണ്ടും പഠിക്കണം കേട്ടോ. പ്രൊഡക്ഷൻ ഡേറ്റ് എന്താണ്, എക്സ്പിറേഷൻ ഡേറ്റ് എന്താണെന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് പഠിക്കാം. ഓക്കെ. ഒന്നുകൂടി പറയാം. പ്രൊഡക്ഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ആ ഡ്രഗ് നമ്മൾ തയ്യാറാക്കിയ ഡേറ്റ് ആണ് അല്ലെങ്കിൽ ഇത് നമ്മൾ മാനുഫാക്ചർ ചെയ്ത ആക്ച്വൽ ഡേറ്റ് ആണ്. എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മരുന്നിന്റെ കാലാവധി കഴിയുന്ന ഒരു ടൈം ആണ് അല്ലെങ്കിൽ ആ ഡേറ്റ് ആണ് നമ്മൾ അതിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ. യെസ്. ക്ലിയർ? മനസ്സിലായോ? അതാ അറിയാവുന്ന കാര്യമല്ലേ? Next, the date of manufacturing is also expressed as month and year. ഇനി നമ്മള് മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ഒരു മന്തും ഇയർ അതിൽ കൊടുക്കുന്നുണ്ടോ അല്ലെ? ഡേറ്റും കണ്ടിട്ടുണ്ടോ? അതിവിടെ കണ്ടോ? അതായത് എക്സാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാനുഫാക്ചർ ഡേറ്റ്സ് ഉണ്ടാവും, അതിന്റെ നമ്പർ ഉണ്ടാവും, എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. അപ്പൊ ഇത് ഈ കൊടുത്തിരിക്കുന്ന മരുന്ന് എപ്പോഴാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്? ഏത് ഡേറ്റ് ആണ്? 20/6/2017 അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അത് പ്രൊഡക്ഷൻ ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 20/6/2017 ആണ്. എക്സ്പയറി ഡേറ്റ് എത്രയാണ്? എക്സ്പയറി ഡേറ്റ് 20/6/2020. അപ്പൊ എത്ര ടൈം വർഷം കാലാവധി ഗ്യാപ്പ് വരുന്നുണ്ട്? എത്ര ടൈം ഗ്യാപ്പ് വരുന്നുണ്ട്? ഒരു എക്സ്പയറി ഡേറ്റിന് എത്ര ടൈം ഗ്യാപ്പ് വരും? 17 കഴിഞ്ഞ 20 ആണ്. എത്ര വർഷം അതിന്റെ ഇടയിൽ വരുന്നുണ്ട്? യെസ്, 3 years അല്ലേ? ഓക്കെ. യെസ്, വെരി ഗുഡ്. നോക്കാം. The medicines manufactured on 1st April and the medicines manufactured on the 30th April would have the same date of expiry. Okay. Then അതായത് നമ്മള് ഇപ്പൊ April 1 തയ്യാറാക്കിയ മരുന്നും April 30 തയ്യാറാക്കിയ മരുന്നിന്റെയും ഡേറ്റ് എന്ന് പറയുന്നത് എക്സ്പയറി ഡേറ്റ് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കോ വ്യത്യസ്തമായിരിക്കോ? April 1 ഫസ്റ്റ് ഏപ്രിലും April 30th നമ്മൾ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന മരുന്നിന്റെ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കോ ഡിഫറെന്റ് ആയിരിക്കോ? സെയിം എക്സ്പയറി ഡേറ്റ് ആയിരിക്കും കേട്ടോ. അതായത് ആ സെയിം മാസം, ആ ഒരു മന്ത് തന്നെയാണ് അല്ലെ? മന്തിൽ വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് അതിന്റെ എക്സ്പയറി ഡേറ്റ് പറയുമ്പോൾ നമുക്ക് സെയിം ആയിരിക്കും കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്യാം.
manufactured on the medicines manufactured on 1st April and the medicine manufactured on 30th April would have the same date of expiry. Okay. അതാരെയൊക്കെ മനസ്സിലാവത്തുണ്ടോ? നമ്മൾ ഏപ്രിൽ 1-ാം തീയതി നിർമ്മിച്ച മരുന്നാണെങ്കിലും 30th നിർമ്മിച്ച മരുന്നാണെങ്കിലും അതിന്റെ കാലാവധി വരുന്നത് സെയിം ഡേറ്റ് തന്നെയായിരിക്കും കേട്ടോ. ഓക്കെ. അപ്പൊ ഒരു മരുന്നുകളുടെ കാലാവധി, അതിന്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് 3 years ആണ്. എക്സ്പെക്ട് ചെയ്യുന്ന ലൈഫ് എന്ന് പറയുന്നത് 3 years കാലാവധി, അതാണ് 3 വർഷമാണ് നമ്മൾ എക്സ്പയറി ഡേറ്റ് കൊടുക്കുന്നത്. The date of expiry is to be printed as March 2015 for products manufactured in April 2012. Okay. അപ്പൊ അതുകൂടി നോട്ട് ചെയ്യണേ. ഒരു ഷെൽഫ് ഇയർ എന്ന് പറയുന്ന എപ്പോഴാണ്? ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് ഒരു മരുന്നിന്റെ 3 years ആണ് കേട്ടോ. അത് നോട്ട് ചെയ്യാം. അതേപോലെ തന്നെ അതൊരു എക്സാമ്പിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 2015 നമ്മൾ മാനുഫാക്ചർ ചെയ്ത് 2012 നിർമ്മിച്ച മരുന്നിന്റെ കാലാവധി എന്ന് പറയുന്നത് ഏത് വർഷമായിരിക്കും? 2012 നിർമ്മിച്ച മരുന്നിന്റെ കാലാവധി 3 വർഷമാണ് അല്ലെ? 3 വർഷം എന്ന് പറയുമ്പോൾ ഏത് ഇയർ ആണ്? യെസ്, ഏപ്രിൽ 2012 നിർമ്മിച്ച മരുന്നിന്റെ കാലാവധി അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 2015 ആണ്. ക്ലിയർ? മനസ്സിലായോ? യെസ്, ഇത് വ്യക്തമായിട്ട് എല്ലാ ഡ്രഗ്സുകളുടെ ബാക്ക് സൈഡിൽ അല്ലെങ്കിൽ എവിടെയാണോ ഇത് രേഖപ്പെടുത്തുന്ന ആ ഒരു പോർഷൻസിൽ അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇതിന്റെ ഒരു സാമ്പിൾ പിക്ചർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. മാനുഫാക്ചർ ഡേറ്റും എക്സ്പയറി നിങ്ങൾ എല്ലാവരും നേരിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ് അല്ലെ? ഓക്കെ. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒന്ന് പ്രൊഡക്ഷൻ ഡേറ്റ് എന്താന്ന് പഠിക്കാം, മാനുഫാക്ചർ ഡേറ്റ് എക്സ്പയറി ഡേറ്റ് എന്താന്ന് പഠിക്കണം. ദെൻ അതേപോലെ തന്നെ ചിലപ്പോ ഇയർ ചോദിച്ചേക്കാം. ഇങ്ങനെ ഇതേപോലെ ഏപ്രിൽ 2012 പ്രൊഡക്റ്റ് ചെയ്ത പ്രൊഡക്ഷൻ ഡേറ്റ് എന്ന് പറഞ്ഞ മാനുഫാക്ചറിംഗ് ഡേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കാം കേട്ടോ. അപ്പൊ 3 years ഗ്യാപ്പ് വെച്ചിട്ട് നോക്കിയിട്ട് കണ്ടുപിടിക്കാം. മനസ്സിലായില്ലേ? ഷെൽഫ് ഇയർ എന്ന് പറയുന്ന എപ്പോഴാണ്? ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് 3 years ആണ്. അപ്പൊ അങ്ങനെ റിലേറ്റ് ചെയ്ത് ചിലപ്പോൾ ചോദ്യം ചോദിച്ചെന്നിരിക്കാം കേട്ടോ. അപ്പൊ നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 3 വർഷം കഴിയുമ്പോൾ അതിന്റെ ഏകദേശം ഏത് ഡേറ്റ് ആയിരിക്കും വരുന്നതെന്ന്. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ മാസം, ഇപ്പൊ ഏപ്രിൽ എന്നുള്ളത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു മന്ത് മാറ്റിയിട്ടായിരിക്കാം ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിലും നിങ്ങളിപ്പോ ജൂൺ 1 ചോദിച്ചിട്ട് ചിലപ്പോൾ ജൂൺ 31 എന്ന് പറയുകയാണെങ്കിലും എന്താണ് അതിന്റെ എക്സ്പയറി ഡേറ്റ് സെയിം ആയിരിക്കും എന്നുള്ളൊരു ചോദ്യം വന്നാലും സെയിം ആയിരിക്കും എന്നായിരിക്കും ആൻസർ വരുന്നത് കേട്ടോ. അങ്ങനെയും ചോദിക്കാം. എങ്ങനെ വേണമെങ്കിൽ ഇതിന്റെ അത് ഈ ചെറിയ പോർഷനാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഇതിനെ തള്ളിക്കളയരുത്. കുറെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. യെസ്, ഇപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മാനുഫാക്ചറിങ് ആൻഡ് എക്സ്പയറി ഡേറ്റ് ഓഫ് ഡ്രഗ്സ് ഓക്കെ അല്ലേ എല്ലാവർക്കും? യെസ്, ഇനി നമുക്ക് നോക്കാം ലാസ ഡ്രഗ്സ്. ലുക്ക് അലൈക്ക് ആൻഡ് സൗണ്ട് അലൈക്ക്. കേട്ടിട്ടുണ്ടോ സംഭവം? ലാസ ഡ്രഗ്സ് എന്താണ് ഇതിന്റെ പ്രത്യേകത? എവിടെയെങ്കിലും ഇതിനെ പറ്റി കേട്ടിട്ടുണ്ടോ നിങ്ങള്? എവിടെയെങ്കിലും ഇത് വായിച്ചിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? സിമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ചില മരുന്നുകൾ ഡോക്ടർമാരും നഴ്സുമാരൊക്കെ പറയുന്ന സമയത്ത് ഒരേപോലെ തോന്നാറുണ്ട് അല്ലെ? ചില മരുന്നുകളുടെ പേരുകൾ പറയുമ്പോൾ ഒരേപോലെ ഫീൽ ചെയ്യാറില്ല ചില മരുന്നുകൾ. അതല്ലെങ്കിൽ ഇതാണെന്ന് സംശയം തോന്നുന്ന രീതിയിലുള്ള ചില മരുന്നുകളുണ്ട്. അതിന്റെ പ്രൊണൗൺസിയേഷനിലായിരിക്കും, അതിന്റെ ലുക്കിലായിരിക്കും, കാണുന്നതിലും അല്ലെങ്കിൽ അതിന്റെ പേര് പറയുന്നതിൽ എന്ത് തോന്നാറുണ്ട്? സെയിം തോന്നാറുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഡ്രഗ്സിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഒന്നാണ് എന്ത്? ലാസ ഡ്രഗ്സ് എന്ന് പറയുന്നത്. ലുക്ക് അലൈക്ക് ആൻഡ് സൗണ്ട് അലൈക്ക് എന്നാണ് അതിന്റെ എക്സ്പാൻഷൻ കേട്ടോ. രൂപത്തിലും സൗണ്ടിലും അത് ഒരേപോലെ ആയിരിക്കും തോന്നുന്നത്. ഓക്കെ, ലാസ ഡ്രഗ്സ് ആർ മെഡിക്കേഷൻസ് that look or sound similar to each other either by the generic name or brand name. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ സൗണ്ട് സിമിലർ ആയിരിക്കും. ഓക്കെ, ചിലപ്പോൾ കാണാനും എങ്ങനെയാണ് ഏകദേശം അതേപോലെയൊക്കെ തന്നെ. നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് തോന്നുന്ന ഒരു കാറ്റഗറി ടൈപ്പ് ഓഫ് ഡ്രഗ്സിന്റെ ഉള്ളിൽ ഉൾപ്പെടുന്നതാണ് ലാസ ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ജനറിക് നെയിം അല്ലെങ്കിൽ ബ്രാൻഡ് നെയിമിൽ എന്താണ് സിമിലർ ആയിട്ട് നമുക്ക് തോന്നാം. They might have similar packaging. അതിന്റെ പാക്കിംഗ് എങ്ങനെയായിരിക്കും? സെയിം പോലെ തന്നെ ആയിരിക്കും നമുക്ക് തോന്നുന്നതിന്റെ സൗണ്ട് അല്ലെങ്കിൽ സിമിലർ സ്പെല്ലിങ്സും ആയിരിക്കും അതിൽ വരുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ പറയുന്നത് പ്രൊസാക് എന്ന് പറഞ്ഞ മരുന്നിന്റെ പേര് കൊടുക്കുന്നുണ്ടോ? പ്രൊസാക് സൗണ്ട്സ് a lot like
Prozac when said out loud. ഇത് രണ്ടും പ്രൊസാക് എന്നുണ്ട് പ്രിലോസക് എന്നുണ്ട്. നമ്മളത് ഉറക്കെ ലൗഡായിട്ട് പറയുന്ന സമയത്ത് രണ്ടും ഒരേ പ്രൊണൗൺസിയേഷനിലായിരിക്കും നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അത് പറഞ്ഞു നോക്കിയേ രണ്ട് മരുന്നുകളും. പ്രൊസാക്, പ്രോസാക്, പ്രൊസാക്, പ്രിലോസക്. കേൾക്കുമ്പോ എന്താ തോന്നുന്നേ? എന്താ തോന്നുന്നു? പറഞ്ഞു നോക്കുക, നിങ്ങൾ പറഞ്ഞു നോക്കിയാൽ എനിക്ക് മനസ്സിലാവുള്ളൂ. തോന്നുന്നുണ്ടോ? സെയിം പോലെ സൗണ്ട് സെയിം ആണ് അല്ലെ? സൗണ്ട് സെയിം ആയിരിക്കും. യെസ്. പക്ഷെ ലൗഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഭയങ്കര ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ പറയുകയാണെങ്കിൽ എന്താണ്, രണ്ടും വ്യത്യസ്തമായ മരുന്നുകളാണെന്ന് പറയാനേ പറ്റില്ല. ഓക്കെ, അങ്ങനത്തെ ടൈപ്പുള്ള ഡ്രഗ്സുകളാണ് എന്താ ലാസ ഡ്രഗ്സ് എന്ന് പറയുന്നതിന്റെ. ലുക്കും ഒരേപോലെ ആയിരിക്കും, സൗണ്ടും ഒരേപോലെ ആയിരിക്കും വരുന്നത്. ഓക്കെ, ക്ലിയർ. ലാസയുടെ എക്സ്പാൻഷൻ പഠിക്കണം കേട്ടോ. ലാസ ഡ്രഗ്സിന്റെ എക്സ്പാൻഷൻ പഠിക്കണം. എന്താണ് പറഞ്ഞേ? ലാസ ഡ്രഗ്സ് എക്സ്പാൻഡഡ് ഫോം എങ്ങനെയാണ്? Look alike, sound alike. Okay. Okay, very good. Then the Lassa medication should be stored separately in 2 racks in pharmacy stores. Lassa medication should be stored separately into 2 racks in pharmacy stores. നമ്മൾ ഈ ഡ്രഗ്സുകൾ, ഈ ലാസ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ അത് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഫാർമസിയിലെ റാക്സിൽ നമ്മൾ സൂക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ കാരണം? എന്തുകൊണ്ടാണ്? അത് രൂപത്തിലും സൗണ്ടിലും ഒരേപോലെ ആയതുകൊണ്ട് തന്നെ അത് മാറിപ്പോവാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ പിന്നെ നമുക്ക് ഇങ്ങനെ ആലോചിക്കാം, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഡ്രഗ്സ് എന്ന് അല്ലെ? പക്ഷെ ഓരോ സ്പെസിഫിക്കേഷൻസ് ഓരോന്നിലും വ്യത്യാസം ഉള്ളത് കൊണ്ട്, ഓരോ കാറ്റഗറീസിൽ വ്യത്യാസമുള്ള ഒരു കൂട്ടത്തിൽ വരുന്ന ഒരു സ്പെസിഫിക് മരുന്നുകളുടെ കാറ്റഗറിയിലാണ് എന്ത് വരുന്നത്? ലാസ ഡ്രഗ്സ് വരുന്നത്. അതിനാൽ തന്നെ അതെന്താണ്, നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള റാക്കുകളിലായിരിക്കും ഫാർമസിയിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഓക്കെ, അത് നമ്മൾക്ക് പരിചയമില്ലാത്തതുകൊണ്ട് നമുക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ ഫാർമസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ട് അതിന്റെ പ്രൊണൗൺസിയേഷൻ അറിയാം, അതിന്റെ എങ്ങനെയാണ് അത് രണ്ട് കാറ്റഗറീസും വരുന്നത്, എങ്ങനെയാണ് രണ്ട് മരുന്നുകളും വ്യത്യസ്തമായിരിക്കും എന്ന് അവർക്കറിയാം. കാണുന്നതിലും സൗണ്ടിലും മാത്രമേ അതെന്തുള്ളൂ ഒരുപോലെ തോന്നുന്നത്. പക്ഷെ അതിന്റെ പല കാര്യങ്ങളിലും വ്യത്യാസം, ഇൻഗ്രീഡിയൻസിലൊക്കെ പല വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഗ്രൂപ്പ് 1 മെഡിക്കേഷൻസ് ഇൻ 1 റാക്ക് ആൻഡ് ഗ്രൂപ്പ് 2 മെഡിക്കേഷൻ ഇൻ അതർ റാക്ക്. ഓക്കെ, ഇപ്പൊ ലാസ മെഡിസിൻസ് നമ്മൾ രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കും. ഗ്രൂപ്പ് 1 എന്ന രീതിയിൽ ഒരു റാക്കിൽ സൂക്ഷിക്കും. ഗ്രൂപ്പ് 2 എന്ന രീതിയിൽ എന്താണ്, അതർ റാക്സിലായിരിക്കും ഇങ്ങനെയുള്ള മരുന്നുകൾ നമ്മൾ സൂക്ഷിക്കുന്നത്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? അവിടെ മെഡിക്കേഷൻസിൽ യാതൊരു ഇറേഴ്സ് സംഭവിക്കാൻ പാടില്ല അല്ലെ? മറ്റു തരത്തിലുള്ള മിസ്റ്റേക്സുകളോ വിഷയങ്ങളോ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ള റാക്കുകളിൽ ഈ മരുന്നുകൾ ഗ്രൂപ്പ് 1 എന്നും ഗ്രൂപ്പ് 2 എന്ന രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ട് സൂക്ഷിക്കുന്നത്. എന്ത് വരാതിരിക്കാനാണ്? അവോയ്ഡ് മെഡിക്കേഷൻസ് ഇറർ. ഓക്കെ, in the wards, emergency and operation theatre, the Lassa drug should be stored in separate drug bins and plastic boxes. ഇനി ഈ ഒരു ഡ്രഗ്സുകൾ പ്രധാനമായിട്ട് അത് മാറിപ്പോവാതിരിക്കാനും മെഡിക്കൽ ഇറർ വരാതിരിക്കാൻ, മെഡിക്കേഷൻ ഇറർ വരാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് വാർഡുകളില്, എമർജൻസി റൂംസുകളില്, ഓപ്റ്റിയില് ഇവിടെ എല്ലാം തന്നെ ഇതിന്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ബിന്നുകൾ, ബിൻസ് ആണല്ലേ നമ്മള് ബിൻസ് ബോട്ടിൽ പോലെ ബിൻസിൽ, അതായത് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ബിന്നുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോക്സസ് ഉണ്ടാവും. ഇതിലായിരിക്കും ഈ മരുന്നുകൾ നമ്മൾ ഈ പറഞ്ഞ പ്ലേസസുകൾ, പറഞ്ഞ ഏരിയാസിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നത്. എവിടെയൊക്കെയാണ്? വാർഡില്, എമർജൻസി റൂമില്, ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ. പ്രത്യേകിച്ച് ഈ ലാസ ഡ്രഗ്സുകൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ് ബിൻസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോക്സസ് ഉപയോഗിച്ചിട്ടായിരിക്കും. ഓക്കെ, മനസ്സിലായോ പിള്ളേരെ? എന്നിട്ട് പറയാം ലാസ ഡ്രഗ്സ് എന്താണ്? ലുക്ക് ലൈക്ക്, സൗണ്ട് ലൈക്ക് ആണ്. അതിന്റെ എക്സാമ്പിൾ ഒന്ന് നോക്കിയാൽ കേട്ടോ. ഈ എക്സാമ്പിള് സാക് ആൻഡ് ഗ്ലോസക് എന്നുള്ള എക്സാമ്പിൾ ഒന്ന് പഠിക്കുക. പിന്നെ ഇത് നമ്മൾ സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്? മെഡിക്കേഷൻസ് സ്റ്റോർഡ് സെപ്പറേറ്റ്ലി ഇൻ 2 റാക്സ് ഇൻ ഫാർമസി സ്റ്റോർസ് അല്ലെ? ഫാർമസി സ്റ്റോറിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള റാക്കുകളിലായിരിക്കും ഇത് സൂക്ഷിക്കുന്നത്. മെഡിക്കേഷൻ ഗ്രൂപ്പ് 1 എന്നും ഗ്രൂപ്പ് 2 എന്ന രീതിയിലായിരിക്കും ഇതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്.
ഇനി പ്രത്യേകമായിട്ടും അത് മെഡിക്കേഷൻ എറേഴ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. കാരണം അതിന്റെ പേരുകളും സൗണ്ട്സും ഒരേപോലെ ആയതുകൊണ്ട് മാറിപ്പോവാൻ ചാൻസസ് കൂടുതലാണ് അല്ലെ. ഓക്കെ, പിന്നെ പ്രത്യേകമായിട്ട് നമ്മൾ എമർജൻസി റൂമിലും വാർഡ്സിലും ഓപ്പറേഷൻ തിയേറ്റേഴ്സിലൊക്കെ എന്താണ് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ബിൻസിലോ പ്ലാസ്റ്റിക് ബോക്സസിലായിരിക്കും ഇത് സൂക്ഷിക്കുന്നത്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് നോക്കുന്നത് പ്രൊഫഷണൽസ് ഇൻവോൾവ്മെന്റ് ഇൻ മെഡിസിൻ മാനുഫാക്ചറിങ്. പ്രൊഫഷണൽ ഇൻവോൾവ്മെന്റ് ഇൻ മെഡിസിൻസ് മാനുഫാക്ചറിങ്. ഓക്കെ, ഇതെന്താ പറയുന്നത്? ഒരു മെഡിസിൻ മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റി ഒക്കെ നിർണ്ണയിച്ചിട്ടായിരിക്കും നമ്മളത് അതെന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന് മുൻപായിട്ട് തന്നെ അതിൽ ആ മരുന്നിന് ആ ഡ്രഗ്സിനെ അതിന്റെ പൂർണ്ണ രൂപത്തിൽ അത് അംഗീകരിക്കാനായിട്ട് രണ്ട് പ്രധാന വ്യക്തികൾ, രണ്ട് പ്രൊഫഷണൽസ് ആവശ്യമാണ് അല്ലെ. അത് ആരൊക്കെയാണ്? ഒന്നൊരു കെമിസ്റ്റ് അല്ലെ. കെമിസ്റ്റ് ആരാണ്? രാസതന്ത്രജ്ഞർ നമ്മൾ പറയും മലയാളത്തില്. കെമിസ്റ്റ് അല്ലെ. മരുന്നുകളുടെ മെഡിക്കേഷൻസ് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യും, ചെക്ക് ചെയ്യുന്നതിന് ക്വാളിറ്റി ഒക്കെ നിർണ്ണയിക്കുന്ന വ്യക്തികളാണ് അല്ലെ കെമിസ്റ്റ്. ഒരു ക്വാളിറ്റി മാനേജർ ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയാണ് ക്വാളിറ്റി മാനേജർ? ഡ്രഗ്സിന്റെ സ്റ്റാൻഡേർഡ് ആൻഡ് ക്വാളിറ്റീസ് നമുക്ക് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു പ്രധാനമായിട്ടൊരു ക്വാളിറ്റി മാനേജർ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ രണ്ട് പ്രൊഫഷണൽസ് ആണ് പ്രത്യേകിച്ച് ആ മാനുഫാക്ചറിംഗ് ടൈമിൽ മെഡിസിൻസ് കൃത്യമായിട്ട് ഇൻസ്പെക്ട് ചെയ്യുന്നതും ഇവാലുവേറ്റ് ചെയ്യുന്നതും. ഓക്കെ, പേരുകൾ ഓർത്ത് വെക്കാത്ത ആരൊക്കെയാണ്? കെമിസ്റ്റ് ആൻഡ് ക്വാളിറ്റി മാനേജർ. ഈ രണ്ടുപേരും ആരൊക്കെയുള്ളൂ പ്രധാനമായിട്ട് ഒരു മെഡിസിൻസിൽ ഇൻവോൾവ് ചെയ്യുന്ന പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബാച്ച് നമ്പർ എങ്ങനെയാന്ന് നോക്കാം. ബാച്ച് നമ്പർ കണ്ടിട്ടുണ്ടോ? ഓരോ മരുന്നുകളുടെ പുറകിലായിട്ട് കണ്ടിട്ടില്ലേ നിങ്ങള്? യെസ്. Batch number is a mandatory protocol to be issued for each and every lot of drug manufactured. A batch may contain 20 lakh tablets capsule. ഒരു ബാച്ചിൽ എന്ന് പറയുമ്പോൾ എത്രത്തോളം ക്യാപ്സൂൾസ് ആയിരിക്കും ഉണ്ടാകുന്നത്? ഒരു മാൻഡേറ്ററി പ്രോട്ടോകോൾ ആണ്. എല്ലാ മെഡിസിൻസിനും നമുക്ക് എന്തുണ്ടാവും? ബാച്ച് നമ്പറുകൾ ഉണ്ടായിരിക്കും അല്ലെ. എത്ര മരുന്നുകൾ ഉണ്ടെങ്കിൽ പോലും എന്താണ് അതിന് ഒരു ബാച്ച് നമ്പർ ഓൾറെഡി നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് കൊടുത്തിരിക്കും. ഒരു ബാച്ച് എന്ന് പറയുമ്പോൾ അതിൽ എത്രത്തോളം ടാബ്ലറ്റ്സ് ആയിരിക്കും കണ്ടെയ്ൻ ചെയ്യുന്നത്, ഇൻക്ലൂഡ് ചെയ്യുന്ന എത്രത്തോളം ടാബ്ലറ്റ്സുകളായിരിക്കും ഒരു ബാച്ചില്? യെസ്, എത്രയാണ്? 20,000 ആണോ? 20 lakh tablets capsules ആയിരിക്കും അല്ലെ. ബാച്ച് മേ കണ്ടെയ്ൻ, ഒരു ബാച്ചിൽ വരുന്നത് കേട്ടോ, ബാച്ച് മേ കണ്ടെയ്ൻ 20 lakh tablets or capsules. Batch number is mentioned by the manufacturing chemist while submitting the sample and QC manager. QC എന്നല്ല കേട്ടോ, ക്വാളിറ്റി മാനേജർ എന്നാണ് കേട്ടോ. മാനേജർ എന്നാണോ കിടക്കുന്നത്? എങ്ങനെയാ കിടക്കുന്നത്? അവിടെ ക്വാളിറ്റി എന്നുള്ളതാണ് കേട്ടോ. അവിടെ പേര് അവിടെ വന്നിട്ടില്ല, QC അല്ല. ഇവിടെ എന്താ പോയിട്ടുള്ള നെറ്റ് പോയതാണ്. ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് കണ്ടതാണ്.
ഓക്കെ, നോക്കിയപ്പോ കസര മാത്രമല്ലേ, സാബി ആയിപ്പോയി. ഫ്ലോയിങ് പോയി. ചിരിക്കാൻ എന്താണല്ലോ? എന്താണ് ചിരിക്കണേ? കാണാനാണോ? അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിന്റെ ടീച്ചർമാരെ എഴുന്നേറ്റ് പോകുമ്പോ അല്ലെങ്കിൽ അപ്പുറത്തെ ക്ലാസ്സിന്റെ ടീച്ചർ ആകുമ്പോ നമുക്ക് പണ്ട് ഭയങ്കര സന്തോഷമായിരുന്നില്ലേ? കുറച്ച് നേരം നമുക്ക് സംസാരിക്കാം. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ പറ്റൂല. എന്താണ് ചെയ്ത പറഞ്ഞേ? തിരുമ്പി വന്നാച്ച്. ഓ, ആരാണ് പറയണ? ശരി, ആവിയായി പോയിന്ന് പറഞ്ഞ നെറ്റ് പോയപ്പോ ഞങ്ങളും സന്തോഷിച്ചു. ഒരു 5 മിനിറ്റ് ക്യാമ്പ് കിട്ടുമല്ലോ. യെസ്, ഇവിടെ വരെ പറഞ്ഞു നമ്മള് ഒരു ബാച്ചില് 20 ലൈറ്റ്സ് ടാബ്ലറ്റ്സ് ആണുള്ളത്. ബാച്ച് നമ്പർ ഈസ് മെൻഷൻ ചെയ്യുന്നത്. ബാച്ച് നമ്പർ മെൻഷൻ ചെയ്യുന്നത് ആരാണ്? അത് മാനുഫാക്ചർ ചെയ്യുന്ന കെമിസ്ട്രി ആയിരിക്കുള്ളൂ അത് സബ്മിറ്റ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷമാണ് അതിന്റെ സാമ്പിൾ നമ്മൾ ക്വാളിറ്റി മാനേജർക്ക് കൊടുക്കുന്നത്. അതായത് ടെസ്റ്റ് റിപ്പോർട്ട്സുകൾ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്വാളിറ്റി മാനേജർ ആയിരിക്കും അതെല്ലാം വാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ സർട്ടിഫിക്കേഷൻ അനാലിസിസ് ഒക്കെ ചെയ്യുന്നത് ക്വാളിറ്റി മാനേജർ ആണ്. Batch numbers also should appear on the packing. Carton and report, for example, GL027/19. Okay. ഇനി ഈ ബാച്ച് നമ്പേഴ്സ് നമ്മൾ ഓരോ പാക്കിങ്സിൽ കാണാൻ പറ്റും. നിങ്ങളുടെ ഒരു മരുന്ന് എന്താ കാണിക്കാൻ മീൻസ് ഇതിങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഇതിങ്ങനെ ആ മാനുഫാക്ചറിംഗ് ഡേറ്റിന്റെ ഒക്കെ താഴെ ആയിട്ട് ഇതിങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ ഒരു സാമ്പിൾ ആണ് കേട്ടോ. GL027/1. ഇതിപ്പോ ഈ 19 എന്ന് പറയുന്നത് എന്തായിരിക്കും? 19 എന്ന് പറയുന്നത് 19 എന്ന് സൂചിപ്പിക്കുന്ന എന്തിനായിരിക്കും? ഇത് GL027 എന്ന് പറയുന്നതിന്റെ നമ്പർ ആണ് അല്ലെ? 19 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇയർ ആണോ? 8 ആയിരിക്കോ? ഇയർ ആയിരിക്കോ? ഇയർ ആണ് കേട്ടോ. ഇയർ ആയിരിക്കും സൂചിപ്പിക്കുന്നത് അവിടെ. ഓക്കെ, അപ്പൊ ചിലതിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ബാർകോഡൊക്കെ ഉണ്ടാവും. ബാർകോഡിന് താഴെ ആയിരിക്കും ഈ ബാച്ച് നമ്പർ കാണിക്കുന്നത്. ബാർകോഡ്സ് കണ്ടിട്ടുള്ളത് ഇങ്ങനെ വൈറ്റും ബ്ലാക്ക് ആയിട്ടുള്ള ബാർകോഡ്സുകൾ കണ്ടിട്ടില്ലേ? യെസ്, അതല്ലെങ്കിൽ അതിന് താഴെ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് ഓൾറെഡി ഈ ഒരു നമ്പർ. നമ്മൾ നേരത്തെ കാണിച്ച മെഡിസിൻസിലെ ബാച്ച് നമ്പർ ഇന്നുണ്ടോ? ഇത് ലോട്ട് നമ്പർ ആണ്, അതല്ല ബാച്ച് നമ്പർ കാണിക്കുന്നില്ല. ഇനി നോക്കിയാൽ മതി കേട്ടോ. ഇട്ടിട്ടില്ല. ഓക്കെ, ഇപ്പൊ ഓരോ ഡ്രഗ്സിനും പ്രധാനമായിട്ടും ബാച്ച് നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അതായത് ഇത്ര ടാബ്ലറ്റ്സുകൾ ഏതെല്ലാം ബാച്ചിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യുന്നതിന്, അതിന്റെ ക്വാളിറ്റി ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ അതിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. യെസ്, നിങ്ങളിവിടെ ഈ ഒരു ഭാഗം ശ്രദ്ധിക്കുക. ബാച്ച് maybe contain 20 lakhs tablets capsule എന്ന ഭാഗം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അണ്ടർലൈൻ ചെയ്താ ഓക്കെ, അത് മാത്രം നോക്കിയാൽ മതി. നമ്പേഴ്സ് ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, പിന്നെ ഇത് ശ്രദ്ധിക്കുക. ബാച്ച് നമ്പർ മെൻഷൻ ചെയ്യുന്നത് ആരാണ്? കെമിസ്റ്റ് ആയിരിക്കും കേട്ടോ. ബാച്ച് നമ്പർ മെൻഷൻ ചെയ്യുന്നത് കെമിസ്റ്റ് ആയിരിക്കും. അതിന്റെ റിപ്പോർട്ട്സും സർട്ടിഫിക്കേഷൻ ഒക്കെ അനലൈസ് ചെയ്യുന്നത് ക്വാളിറ്റി മാനേജർ ആയിരിക്കും കേട്ടോ. ഓക്കെ, X1 പാക്കിംഗ്. പാക്കിംഗ് ഇത് ഇവിടെ കുറച്ച് പാക്കിങ്സ് ഉണ്ടോ? ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാക്കിങ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? മരുന്നുകള് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ട മരുന്ന്? അല്ല, ഏതാണ് ഇഷ്ടപ്പെട്ട രൂപം? ഫോർമാറ്റ് ഏതാണ്? ടീച്ചർ എന്തൊക്കെയാ വെച്ചാൽ മരുന്നിൽ ഇഷ്ടവും അല്ലെ? എന്നാലും നമുക്ക് ചില മരുന്നുകൾ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നാറുണ്ട് അല്ലെ? ഗ്ലിസ്റ്റർ നല്ല രസമാണ്. പല കളർ കോമ്പിനേഷൻസ് ആയിരിക്കും. ഓയിൽമെന്റ് ട്യൂബ് ഉണ്ട്. ചില ഓയിൽമെന്റ് ട്യൂബ് നമുക്ക് ഇങ്ങനെ നെറ്റി പിടിക്കാനൊക്കെ തോന്നും. ചില നല്ല ഭംഗിയായിരിക്കും കാണാൻ. അതുപോലെ ചില ബോട്ടിൽസിൽ വ്യത്യാസം ഉണ്ടാവും അല്ലെ? ഷേപ്സ് നല്ല ഭംഗിയുള്ള ബോട്ടിലുകളുണ്ട്. ഓക്കെ, ബാക്കിയുള്ളതിലൊന്നും വലിയ താല്പര്യം നമുക്ക് ഉണ്ടാവില്ല.
ഓയിൽമെന്റ് ട്യൂബും ഇഷ്ടമാണ്. ബോട്ടിൽ പാക്സിലും കുഴപ്പമില്ല. ബിസ്റ്റർ പാക്കിൽ ഇതിലിപ്പോ 2 കളേഴ്സ് കണ്ടോ, ഗ്രീനും ഒരു റോയൽ ബ്ലൂ ആണ്. അതേപോലെ പല കളേഴ്സ് കാണാറുണ്ട് ട്യൂബ് വരുന്നതാണ് അല്ലെ. ഞാനൊരു പഴയ കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. നമ്മൾ ഈ ഒരു മരുന്ന് കഴിക്കുന്ന സമയത്ത്, പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ ഇരുന്ന സമയത്ത് ഈ മരുന്ന് കഴിക്കാൻ പേടിയുണ്ടായിട്ടുണ്ടോ? ഈ ബ്ലിസ്റ്റർ പാക്കിംഗ് വരുന്ന ട്യൂബ് ഉണ്ടല്ലേ? എനിക്കുണ്ടായിട്ടുണ്ട്. എനിക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. നമുക്കതൊരു പേടിയാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറ്റുമെന്നായിരുന്നു ആ സമയത്തൊക്കെ. എന്നറിയില്ലല്ലോ നമുക്ക്. കാരണം അത് കഴിച്ചു കഴിയുമ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പൊട്ടിച്ചു വെക്കാറുണ്ട്. കഴിക്കാണ്ട് പൊട്ടിച്ചു നോക്കിയിട്ട് കളഞ്ഞിട്ടുണ്ട് ഞാനത്. പേടി, ഇത് പ്ലാസ്റ്റിക് പോലെയൊക്കെ ഇല്ലേ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളൊരു പേടി, തെറ്റിദ്ധാരണയൊക്കെ നമ്മൾ തൊണ്ടയെ കുടുങ്ങോ. അല്ല, ഇതൊരു പ്ലാസ്റ്റിക് പോലെയല്ലേ ഇരിക്കുന്നത്. നമ്മളത് ഭയങ്കര ബുദ്ധിമുട്ട്. ചിലതിൽ നീട്ടം കൂടുതലായിരിക്കും അല്ലെ, വലിപ്പം കൂടുതലായിരിക്കും. വലിപ്പം കൂടുതലുള്ളതുണ്ട്, ചിലപ്പോൾ അതിന്റെ വീതി കൂടുതലുള്ള മരുന്നുകളുണ്ട്. പല ഷേപ്പിൽ തന്നെ, ട്യൂബായിട്ട് തന്നെ ആയിരിക്കില്ല. ചിലപ്പോൾ വേറെ ഷേപ്പിൽ, ഇങ്ങനെ ഓവൽ ഷേപ്പിലൊക്കെ വരാറുണ്ട്. അപ്പൊ നമ്മളത് കുടുങ്ങി പോകുമ്പോ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു അല്ലെ. പണ്ട് നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലേ പലതും. അല്ലേ വളരെ. പക്ഷെ അതല്ലേ നല്ല കാലഘട്ടം. എല്ലാം തിരിച്ചറിഞ്ഞു തുടങ്ങിയപ്പോഴല്ലേ നമുക്ക് ബുദ്ധിമുട്ടുകൾ തുടങ്ങിയത്. ഒന്നും അറിയാതെ ഇരുന്നപ്പോ എന്ത് രസമായിരുന്നു അല്ലെ. പക്ഷെ നമുക്ക് ആ സമയത്ത് നമുക്ക് വലുതാവണം എന്നായിരുന്നു ആഗ്രഹം. വലുതായി ജോലിക്കാരാവണം, വലിയ വലിയ ലക്ഷ്യങ്ങളായിരുന്നു. പക്ഷെ വലുതായി കഴിഞ്ഞപ്പോ മനസ്സിലായി വലുതാവുണ്ടായിരുന്നു. നല്ല സമയമൊക്കെ കടന്നുപോയി നമ്മുടെ ലൈഫില്. ഏറ്റവും നല്ല സമയത്തോടെയാണ് നമ്മൾ കടന്നുപോയി. ഇപ്പത്തെ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് നല്ല അസുഖമുണ്ട്. ചെറുതായിരുന്നു മതിയായിരുന്നു ഒന്നും അറിയണ്ടല്ലേ. കുറച്ച് തല്ല് കൊള്ളണമെന്നുള്ളു, കുറച്ച് തല്ല് കൊള്ളണം, വഴക്ക് കേൾക്കണം, അത് മാത്രമേ ഒരു ബാധ്യത ഉണ്ടായുള്ളൂ. അല്ലാതെ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും അറിയണ്ടായിരുന്നു. പഠിച്ചാൽ മാത്രം മതി. കൊതിയാവും. നല്ലൊരു സമയം നമ്മളിലേക്ക് വിട്ടുപോയി. ഇനി ഉള്ള സമയം നമ്മൾ സ്വന്തമായിട്ട് ഹാപ്പി ആക്കാന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. നമ്മൾ തന്നെ വിചാരിക്കാൻ നമ്മൾ തന്നെ ഹാപ്പിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ പാക്കിങ്സ് എങ്ങനെയെന്ന് പഠിക്കാം കേട്ടോ. ഇപ്പോഴും നല്ല ടൈമാണ്. ഒന്നുകൂടെ വയസ്സാവുമ്പോഴേ അറിയുള്ളൂ. ശരിയാണ്, ശരിയാണ്. നിങ്ങൾ ഇതില് 30+ ഉണ്ടോ? എല്ലാവരും 30+ ആയിട്ടുള്ള കുട്ടികളുണ്ടോ? 30+, 30 മേലെ. 30 വയസ്സ് കഴിഞ്ഞപ്പോഴല്ലോ ജീവിതത്തിലെ കുറെ കാര്യങ്ങൾ മനസ്സിലായത്. 30 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ പറ്റി നല്ലോണം ചിന്തിച്ചു തുടങ്ങിയത്. 30 മീൻസ് 30 അങ്ങോട്ട് മുകളിലേക്ക് 32. യെസ്. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? 30-ന് ശേഷമാണോ 30-ക്ക് മുൻപാണോ ഏറ്റവും ലൈഫ് നിങ്ങൾ തിരിച്ചറിഞ്ഞത്? 30-ന് മുൻപാണോ ശേഷമാണോ? പലർക്കും പല രീതിയിലാണ്. എന്നാൽ പോലും ഒരു ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഗേൾസിനെയൊക്കെ സംബന്ധിച്ചോ, എല്ലാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 30+ വരുന്ന ലൈഫ് നമുക്ക് കുറച്ചും കൂടി, നമുക്ക് കുറെ കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്ന ഒരു സമയമാണ് അല്ലെ. പ്രത്യേകിച്ച് മനുഷ്യന്മാരെ മനസ്സിലാക്കുക, നമ്മുടെ കൂടെ ഉള്ളത് മനസ്സിലാക്കുക, നമുക്ക് നമ്മളെയൊക്കെ നമ്മുടെ സ്വഭാവം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന സമയമാണ്. കൃഷ്ണ എന്ന് പറഞ്ഞത് കറക്റ്റ് ആണ്. 30 കഴിഞ്ഞപ്പോഴാണ് കോൺഫിഡൻസ് എന്നുള്ള സാധനം ഉണ്ടാവുക. സത്യമായിട്ടും അല്ലെ. തന്നെ വന്നതാണോ കോൺഫിഡൻസ്? എല്ലാ ടെൻഡൻസിയും നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ നമ്മള് സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ പുറത്തോട്ട് എടുക്കുന്നത്. ആ സാഹചര്യം പുറത്തോട്ട് എടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ കോൺഫിഡൻസ് അല്ലെ. ഇൻഡിപെൻഡന്റ് ആവാം. ഇൻഡിപെൻഡന്റ് ആയി കഴിഞ്ഞാൽ കോൺഫിഡൻസ് നമ്മുടെ സാധനം പെട്ടെന്ന് വരും. പക്ഷെ മറ്റുള്ളവരുടെ തണലിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത്. ഓക്കെ, നിങ്ങളിത് കോഴ്സ് പഠിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് എന്തായാലും ജോലി വേണമെന്നുള്ള ആഗ്രഹത്തിലാണ് നിങ്ങൾ പഠിക്കുന്നത് അല്ലെ. ഉപദേശം ഒന്നും വിചാരിച്ചാൽ ആരും കേൾക്കരുത്. ഇത് ഉപദേശമേ അല്ല. നമ്മളെല്ലാവരും ഒരേപോലെയുള്ള ആൾക്കാരാണ് അല്ലെ. ഉപദേശമല്ല കേട്ടോ. ജോബ് കിട്ടാനുള്ള ചാൻസ് കുറഞ്ഞെന്ന് പറയാൻ പറ്റില്ലല്ലോ. 30 വയസ്സെന്ന് പറയുന്നത് ഒന്നുമല്ല. നമുക്ക് എങ്ങനെ വയസ്സിനെ അങ്ങനെ അത് കാണണമെന്നില്ല കേട്ടോ. ഏജ് ഇസ് നോട്ട് എ നമ്പർ എന്നല്ല നമ്മൾ പറയാറ്. നിങ്ങളിപ്പോ ഒരു ലക്ഷ്യം കോഴ്സ് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലില് ജോലിക്ക് കയറണമെന്നാണ്. അതാണ് നിങ്ങളിപ്പോ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യാം അല്ലെ. ക്ലാസ് അറ്റൻഡ് ചെയ്യാം,
എക്സാംസ് എഴുതാം, അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങിച്ച് സ്കോർ ചെയ്യാം, എന്നിട്ട് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാം. ചെറിയ, ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളോട് ക്ലാസ് ലാസ്റ്റ്, ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ നിങ്ങൾ പോവാതിരിക്കരുത്. പോവാ, അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. അവിടെ വർക്ക് ചെയ്യാം, ഒരു 6 മാസം 7 മാസമൊക്കെ വർക്ക് ചെയ്തതിനു ശേഷം അടുത്ത സ്ഥലം നോക്കുക. അവിടെ വർക്ക് ചെയ്തതുകൊണ്ട് അടുത്ത സ്ഥലം, എന്നിട്ട് ബെറ്റർ ആയിട്ടൊരു ഓപ്പർച്യൂണിറ്റി, ബെറ്റർ ആയിട്ടൊരു അവസരം കിട്ടുന്നത് വരെ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു സ്ഥലത്ത് എപ്പോഴും നമുക്ക് സേഫ് സോൺ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ തന്നെ നിൽക്കും അല്ലെ. സേഫ് സോണാണ്, പോകാൻ എളുപ്പമാണ്, ബാക്കി എല്ലാ കാര്യവും നോക്കി സേഫ് സോണിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കത്തേ ഉള്ളൂ. എന്ത് ചെയ്യണം, ആ സേഫ് സോണിൽ നമ്മൾ എപ്പോഴും പുറത്തിറങ്ങും. സേഫ് ആയിട്ട് ഇരിക്കരുത്, റിസ്ക് എടുക്കാൻ തയ്യാറാവണം കേട്ടോ. റിസ്ക് എടുക്കാൻ തയ്യാറാണ്, എന്നാലേ രക്ഷപ്പെടുള്ളൂ. സത്യമായിട്ടും കേട്ടോ. നമ്മൾ അവിടെ ഇരുന്ന് പോയാൽ ഇരുന്ന് പോകത്തേ ഉള്ളൂ. പ്രത്യേകിച്ച് പെൺപിള്ളേർ, നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ മാത്രമല്ലേ ഉള്ളൂ, എല്ലാവരും. ആൺകുട്ടികൾക്കും അത് തന്നെ. ആൺകുട്ടികൾക്ക് പിന്നെ കുറച്ച് റിസ്ക് എടുക്കാനൊരു വില്ലിങ് ആവും, പെൺകുട്ടികളാണ് കുറച്ചുകൂടി വലിയുന്നത് അല്ലെ. അപ്പൊ റിസ്ക് എടുക്കാൻ തയ്യാറായ ലൈഫിൽ മാറ്റങ്ങൾ വരുമെന്ന് പ്രതീക്ഷിച്ച് തന്നെ മുന്നോട്ട് പോകണം കേട്ടോ. എല്ലാവർക്കും നല്ല ലൈഫ് ഉണ്ടാവട്ടെ, നല്ല ജീവിതം ഉണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയല്ലേ, നമുക്ക് സന്തോഷവും സമാധാനമുള്ള ഒരു ലൈഫ്. അത്രേ ഉള്ളൂ. ഒരു ദിവസം എന്തായാലും ചത്തുപോകും അല്ലെ, ഒരു ദിവസം എന്തായാലും നമ്മൾ ചത്തുപോകും. അതിനു മുമ്പ് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. എപ്പോഴെങ്കിലൊക്കെ നമുക്ക് സന്തോഷിക്കണ്ടേ, എപ്പോഴെങ്കിലും അല്ല, എപ്പോഴെങ്കിലും ഒന്ന് മാറ്റി എപ്പോഴും സന്തോഷിക്കണമെന്നുള്ളൊരു ചിന്ത വന്നാൽ മതി. ഓക്കെ, ഞാനിത് പോർഷൻ തീരുന്നുണ്ടാണ് ഇത്ര സംസാരിച്ച, ചാപ്റ്റർ തുടങ്ങാനുള്ളതുകൊണ്ടാണ് സംസാരിച്ചത്. സ്വന്തം കാശി ട്രിപ്പ് പോകണം, ഭയങ്കര ആഗ്രഹങ്ങളാണ്. നിങ്ങൾ എല്ലാവരും സ്വതന്ത്രരാകാൻ ആഗ്രഹിക്കുന്നവരല്ലേ, ഇൻഡിപെൻഡന്റ് ആകാൻ ആഗ്രഹിക്കുന്നവരല്ലേ നിങ്ങളെല്ലാവരും? വളരെ നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ കാരണം എന്തായിരിക്കാം? ഇൻഡിപെൻഡന്റ് ആണെന്ന് തോന്നാനുള്ള പ്രധാന കാരണം നിങ്ങൾ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആവാൻ തോന്നുന്നത് അല്ലെ. ശരിയല്ലേ, സത്യമല്ലേ പറഞ്ഞത്? നിങ്ങൾ ആരൊക്കെയോ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് ഇൻഡിപെൻഡന്റ് ആവണമെന്നാണ്. അപ്പൊ അതിന് നല്ലോണം വർക്ക് ചെയ്യണം. വെറുതെ ഇരുന്നിട്ടൊരു കാര്യമില്ല, വർക്ക് ചെയ്യാം, ഹാർഡ് വർക്ക് ചെയ്യാം. ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഇതില് ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ജീനനെ എനിക്കറിയാം. ഇല്ല, എല്ലാവരും ഗായത്രി വർക്ക് ചെയ്തിട്ടാണ് കാണുന്നത്. ബാക്കി എല്ലാരും ഇതുവരെയും ഒരു ജോലിക്ക് പോവാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? ഇതുവരെയും ജോലിക്ക് ഓൺലൈൻ ട്യൂട്ടർ ആണ് ജുമാന. ഓക്കെ, ഓൺലൈൻ ട്യൂട്ടർ എന്ന് പറയുമ്പോൾ ഏതാണോ താൻ പഠിപ്പിക്കുന്നത്? എന്താണ് ജുമാന, എന്താ പഠിപ്പിക്കുന്നത്? ഫോർത്ത് സ്റ്റാൻഡേർഡിൽ. ഓക്കെ ഓക്കെ, എന്താണെങ്കിലും അതിലൊരു എന്താണെങ്കിലും പ്രൊഫഷൻ ആണ് അല്ലേ അത്. ടീച്ചിങ് എന്ന് പറയുന്നത് വേറൊരു മേഖലയാണ്. ഞാൻ ചോദിച്ചത് അംഗനവാടി ടീച്ചർ ആയിരുന്നു മെറിൻ. ആ മെറിൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മെറിൻ നമ്മളെ 22-ലെല്ലേടോ മെറിൻ ലഭിന ആണോ? യെസ്, അതെ. ഞാൻ ചോദിച്ചതേ, നിങ്ങൾ ഇതുവരെ ഒരു ജോലിക്ക് പോകാതെ ഏതെങ്കിലും കുട്ടികൾ ഈ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടോ? ഇതുവരെ ആദ്യമായിട്ട് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരു കുട്ടികളുണ്ടാവില്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. നിങ്ങളുടെ ആഗ്രഹം എന്താണ്? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്യണമെന്നാണ് അല്ലെ? യെസ്. ഇനി ഒരു ഹോസ്പിറ്റലിൽ തന്നെ ജോലി കിട്ടിയില്ല എന്ന് വിചാരിച്ചാൽ നിങ്ങൾ അതില് തളർന്നു പോകരുത് അല്ലെ. നമുക്കപ്പോ നമ്മൾ തകർക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ജോലി കിട്ടാണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ അവിടെ ഒരിക്കലും ട്രൈ ചെയ്യാതിരിക്കരുത്, പിന്നെയും ശ്രമിക്കാം. ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ കയറാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചിട്ട് നിങ്ങൾ ജോലിക്ക് പോകുമോ? ജോലി ചെയ്തു തുടങ്ങുന്നല്ലേ, അത് അവിടെ പറഞ്ഞൂല എങ്ങനെയൊക്കെയാണ് ചെയ്യണമെന്നുള്ളത്. പിന്നെ നമ്മൾ ആയിക്കോളും. നമുക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പേടി വരും അല്ലേ. ഞാനിത് എങ്ങനെ ചെയ്യും, ഞാൻ നിങ്ങൾക്ക് കോഴ്സും ജോയിൻ ചെയ്തൊക്കെ പേടി ഉണ്ടായി അല്ലെ. ഇതെങ്ങനെ പഠിക്കും, എങ്ങനെയാണ്, എനിക്കറിയില്ല, മെഡിക്കൽ ഫീൽഡ് ഒന്നും അറിയില്ല എന്ന് വിചാരിച്ച് കയറി ഒത്തിരി കുട്ടികളുണ്ട്. ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലായില്ലേ? എല്ലാ കാര്യം അത്രയേ ഉള്ളൂ ഞാൻ വിചാരിച്ചാൽ മതി കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചവർക്ക് ഹോസ്പിറ്റൽ അല്ലാതെ വേറെ എവിടെ ചെയ്യാം, എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാം. നമുക്ക് HR-ൽ ഒരു ജോലി ചെയ്യാം, എവിടെ വേണമെങ്കിലും. നമ്മുടെ മനസ്സിലാണെങ്കിൽ വില്ലിങ് ആണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാം കേട്ടോ.
അങ്ങനൊന്നുമില്ല. ഓക്കെ, ഇങ്ങോട്ട് വന്നാലോ, പഠിച്ചാലോ. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നല്ല പേടിയുണ്ട്. ഒരു പേടിയുണ്ടോ? പേടിക്കൊന്നും വേണ്ട കേട്ടോ, കോൺഫിഡന്റ് ആവാം. അതിനാണ് നിങ്ങൾക്ക് PG ഇംഗ്ലീഷ് ക്ലാസ് ഇല്ല അല്ലേ? ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ എല്ലാവരും, അതായത് ഏത് ലാംഗ്വേജ് ആണെങ്കിലും നമുക്ക് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾ എന്തായാലും പഠിക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് പൈസ ചെലവാക്കി വിചാരിച്ചിട്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. അല്ലെങ്കിൽ അത് പഠിക്കാം. നമുക്ക് ഏറ്റവും അത്യാവശ്യം ലാംഗ്വേജ് ആണ് എന്ത് കാര്യങ്ങളാണെങ്കിലും. ഓക്കെ, ഇനി അതിൽ നമ്മൾ ആദ്യം നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് നോക്കാം. സ്ട്രെങ്ത്തിനേക്കാൾ കൂടുതൽ വീക്ക് ആയിട്ടുള്ള പോയിന്റ് നോക്കിയിട്ട് എന്നിട്ട് അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ നോക്കാം. മനസ്സിലായോ? ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ പഠിക്കുക. എനിക്കൊന്ന് പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിലൊന്നും പറയാൻ അറിയില്ല കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. ഓക്കെ, പക്ഷെ നമ്മളിപ്പോ അത് ട്രൈ ചെയ്ത് തുടങ്ങി പഠിക്കണം. കാരണം നമുക്കത് ആവശ്യമാണ് അല്ലേ? എന്നെ സംബന്ധിച്ചുള്ള എന്റെ ഒരു ചെറിയൊരു ഡിഗ്രി കാര്യങ്ങളൊക്കെ മനസ്സിലാവും, ചെറുതായിട്ടൊക്കെ പറയാൻ പറ്റും. പക്ഷെ ഫ്ലുവന്റ് ആയിട്ട് പറ്റണ്ടേ? നമുക്ക് ഫ്ലുവൻസി വേണം അല്ലെ? ഫ്ലുവന്റ് ആയിട്ട്, ഗ്രാമർ മിസ്റ്റേക്ക് അല്ല പറയുന്നത്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് നമുക്ക് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക, അതാണ് ഏറ്റവും ബെസ്റ്റ് കാര്യം. അത് അച്ചീവ് ചെയ്താൽ നമുക്ക് കുറെ കാര്യം അച്ചീവ് ചെയ്ത പോലെ ആയിരിക്കും കേട്ടോ. പിന്നെ ഒന്നും പഠിക്കാനില്ല, പിന്നെയൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ബാക്കിയാണ് ഒരു മനസ്സ് മാത്രം ഉണ്ടായാലും. അപ്പൊ എന്താണ്, ഭാഷ അറിയില്ലെന്നാണെങ്കിൽ ഏത് ലാംഗ്വേജ് ആണെങ്കിലും അത് പഠിക്കാനായിട്ട് ശ്രമിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ പഠിക്കുള്ളൂ കേട്ടോ. ഓക്കെ, ഒന്നും പറയാനില്ലല്ലോ വേറെ? ഇടയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ പിള്ളേരെ? ഇല്ല. ഇഷ്ടമാണ്, സന്തോഷമാണെങ്കിൽ നല്ല കാര്യം. ഓക്കെ, പാക്കിങ്സ് നോക്കാം. പാക്കിംഗ് ഇപ്പൊ പല പാക്കിങ്സ് ഉണ്ട്. പല ഡ്രഗുകളും പല ടാബ്ലറ്റ്സും നമ്മൾ പല രീതിയിലാണ് തയ്യാറാക്കുന്നത്, അതിന്റെ പാക്കിംഗ് വരുന്നത്. ഒന്ന് നോക്കാം. പാക്കിംഗ് ഓഫ് ഡ്രഗ്സ്, വെദർ ഇറ്റ് ഈസ് എ ടാബ്ലറ്റ്, ക്യാപ്സൂൾ, ആൻഡ് ഇഞ്ചക്ഷൻ, ആൻഡ് ഓറൽ സസ്പെൻഷൻ, ആർ സിറപ്പ്, an ointment or an eye drop is packed differently. നമുക്കറിയാം എല്ലാ മരുന്നുകളും ഒരേ കാറ്റഗറൈസിലല്ല, അല്ലെങ്കിൽ ഒരേ മോഡലിൽ നമ്മൾ അതിനെ പാക്ക് ചെയ്യുന്നത്. ഓക്കെ, ടാബ്ലറ്റ്സ് വ്യത്യസ്ത രീതിയിലാണ്, ക്യാപ്സൂൾസ് വ്യത്യസ്ത രീതിയിൽ, ഇഞ്ചക്ഷൻസ് ഒക്കെ എങ്ങനെയാണ്? ബോട്ടിൽസിലായിരിക്കും. ഓറൽ സസ്പെൻഷൻസ് പാക്കറ്റ്സിൽ വരുന്നുണ്ട്, ബോട്ടിൽ വരുന്നുണ്ട്, അങ്ങനെ പല രീതിയിൽ. സിറപ്പുകളൊക്കെ, സിറപ്പ് തന്നെ നമുക്ക് എന്താണ്, ഇപ്പോൾ പ്ലാസ്റ്റിക് കുപ്പിയിലും വരുന്നുണ്ട്, ചില്ലു കുപ്പിയിലും അല്ലെ? രണ്ട് രീതിയിലും വരുന്നുണ്ട്. പിന്നെ ഓയിൽമെന്റ്സിന്റെ ഒക്കെ രൂപഭാവങ്ങൾ വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് ഐ ഡ്രോപ്സുകൾ വേറൊരു രീതിയിലുള്ള ഡിഫറെന്റ് പാക്കിങ്സിലായിരിക്കും വരുന്നത്. ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് അല്ലെ? ടാബ്ലറ്റ്സ് ആർ നോർമലി പാക്ഡ് ഇൻ സ്ട്രിപ്പ് ആൻഡ് ബ്ലിസ്റ്റർ പാക്കിംഗ്. നമുക്കറിയാം ടാബ്ലറ്റ്സ്, ഗുളികകൾ നമ്മൾ ബ്ലിസ്റ്റർ പാക്കിംഗ്, സ്ട്രിപ്പുകളായിട്ടാണ് നമ്മൾ കാണാറ് അല്ലെ? ബ്ലിസ്റ്റർ എന്ന് പറയുന്നതാണ് ഇത് കണ്ടോ, ബ്ലിസ്റ്റർ പാക്കിങ്ങിലാണ് നമ്മൾ ടാബ്ലറ്റ്സിൽ പൂർണ്ണമായിട്ട് വരാറുള്ളത്. ഓക്കെ, ഇതിനാണ് നമ്മൾ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ബാച്ചിനെയാണ് നമ്മൾ സ്ട്രിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. A strip with a paper or aluminum or a syrup which is called a paper strip or packing of 10, aluminum strip packing of 10. Blister is also packed in transparent medicines quality plastic with aluminum bottom. Okay, ഇവിടെ പറയുന്നത് സ്ട്രിപ്പ് എന്ന് പറയുന്നത് പേപ്പർ അലുമിനിയം രൂപത്തിൽ വരാറുണ്ട്. പേപ്പർ ഉള്ള അലുമിനിയം എന്ന് പറയുന്നത് എന്തേ കണ്ടോ നിങ്ങള്? അലുമിനിയം സ്ട്രിപ്പ് ഒരു സിൽവർ കളറിൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒടിച്ചെടുക്കാൻ പറ്റുന്ന വരുന്നുണ്ട്, എനിക്ക് പോകാൻ പറ്റുന്ന. മറ്റേന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യണം, ഇത് കൈകൊണ്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും, കണ്ടിട്ടില്ലേ? അതാണ് അലുമിനിയം സ്ട്രിപ്പ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അലുമിനിയം ആയിരിക്കും കേട്ടോ. അലുമിനിയം കോട്ടിങ്ങിലായിരിക്കും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്നത്, അതിന്റെ പാക്കിംഗ് വരുന്നത്. ഇതിൽ ഓരോ സ്ട്രിപ്സിൽ എന്താണ് പാക്കിംഗ് ഓഫ് 10, അതായത് അലുമിനിയം സ്ട്രിപ്പ് പാക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരു 10 ടാബ്ലറ്റ്സുകളായിരിക്കും അതിന് വരുന്നത്. Blister is also packed in a transparent medicine quality plastic with aluminum bottom. ഇനി ബ്ലിസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പാക്കിംഗ് ആയിരിക്കും. ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു സിൽവർ ആണ് അല്ലെ? ബാക്ക്ഗ്രൗണ്ട് സിൽവർ ആയിരിക്കും. അതിനെ കോയിൻ ചെയ്തിരിക്കുന്നത് ഓരോ മെഡിസിൻസിനെ നമ്മൾ കവർ ചെയ്തിരിക്കുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പാക്കിംഗ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ട്രാൻസ്പെറന്റ് മീൻസ് നമുക്ക് കാണാൻ പറ്റും, അതിനകത്തുള്ള മരുന്ന് നമുക്ക് എന്താണ് കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കും അത് ക്യാപ്സൂൾസുകൾ, പ്രത്യേകിച്ച്
മീൻസ് ക്വാളിറ്റി പ്ലാസ്റ്റിക് വിത്ത് അലുമിനിയം ബോട്ടം ആയിരിക്കും. അതായത് ക്വാളിറ്റി പ്ലാസ്റ്റിക്കിലായിരിക്കും ഉള്ളത് തയ്യാറാക്കിയിരിക്കുന്നത്. അലുമിനിയം ബോട്ടം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അലുമിനിയം ബോട്ടം ആണ് താഴെ വരുന്നത്. ഓക്കെ. Capsules are packed in the same style of strip and blisters as detailed above. Both capsules and tablets are also packed in customer bottle packing of 30 to 100 etc. ഇനി നമ്മൾ ഈ ക്യാപ്സൂളുകൾ ഇതിലല്ലാതെ തന്നെ ടാബ്ലറ്റ്സുകൾ നമ്മൾ എന്താണ് ചിലതൊക്കെ ചില ഇപ്പൊ വൈറ്റമിൻസിലേക്ക് ഗുളികൾ നമ്മൾ ബോട്ടിൽ കാണാറില്ലേ? ബോട്ടില് സ്ട്രിപ്പിലല്ലാതെ തന്നെ 30 ഗുളികകൾ 100 ഗുളികളായിട്ടൊക്കെ കാണാറില്ലേ? കണ്ടിട്ടുണ്ടോ അങ്ങനെ? വൈറ്റമിൻസ് ഗുളികകൾ അല്ലെങ്കിൽ ബി കോംപ്ലക്സിന്റെ ഗുളികളൊക്കെ അങ്ങനെ ഒരു ബോട്ടിൽസിലായിരിക്കും, ചെറിയ ബോട്ടിൽ. തൈറോയിഡിന്റെ ഗുളികൾക്ക് അങ്ങനെയായിരിക്കും. അങ്ങനെയും പാക്കിങ്സ് വരാം. അതിൽ ഏകദേശം ചിലപ്പോ എത്രത്തോളം ഉണ്ടാവും ടാബ്ലറ്റ്സ് 30 to 100 വരെയൊക്കെ ടാബ്ലറ്റ്സ്. അതിന്റെ വലിപ്പം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ എത്ര മാസത്തേക്കാണ് ഉപയോഗിക്കുന്നത് അനുസരിച്ചിട്ട് ചിലപ്പോൾ അതിൽ എണ്ണം കൂടാം കേട്ടോ. 30 അല്ലെങ്കിൽ 100 ആയിരിക്കും വരുന്നത്. അതിന് എക്സാമ്പിൾ ആണെങ്കിൽ നമ്മുടെ ബോട്ടിൽ സൂക്ഷിക്കുന്ന എക്സാമ്പിൾ ആണ് ഇവിടെ പറയുന്നത് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ്. വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് കണ്ടിട്ടുണ്ടോ? അതേപോലെ തന്നെ അസ്താലിൻ റോട്ടിറ്റാക്സ് എന്ന് പറയുന്ന ടാബ്ലറ്റ്സ് ഒക്കെ എന്താണ് നമ്മൾ ഇതേപോലെ ബോട്ടിൽസിലാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം തന്നെ ഗുളികകളുടെ അല്ലെങ്കിൽ എന്താ പറയാ ക്യാപ്സൂൾസുകളാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. HP ടാബ്ലറ്റ്, ശരിയാണ്, HP ടാബ്ലറ്റ് ഒക്കെ എങ്ങനെയാണ്? ഇനി ഇഞ്ചക്ഷന്റെ ടാബ്ലറ്റ്സുകൾ നമ്മളിങ്ങനെ സ്ട്രിപ്പ് പാക്കിങ്ങിലാണോ ചെയ്യുന്നത്? ഇഞ്ചക്ഷൻ ബോട്ടിൽസ് കണ്ടിട്ടില്ലേ? ഇഞ്ചക്ഷൻ വയല ഇഞ്ചക്ഷൻസ് ആർ പാക്ഡ് ഇൻ ഗ്ലാസ് ബോട്ടിൽസ് ആസ് വയൽസ് അല്ല. അത് ചെറിയൊരു ബോട്ടിലാണ്. അതായത് ഇതിന്റെ ക്യാപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്ത് അടച്ചാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാക്കിംഗ് ആണ് അത് വരുന്നത്. ചെറിയ കുപ്പികൾ കണ്ടോ? ഇഞ്ചക്ഷൻ വയല ഇൻസുലിൻ ഒക്കെ ചെയ്യുന്നവർ. അപ്പൊ ഇതിൽ വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് വരുന്നത് വെച്ചാൽ ലിക്വിഡ് ഫോമിലാണ്. ലിക്വിഡ് ഫോമിൽ വരുന്നത് കൊണ്ട് തന്നെ എന്താണ് ഇത് ഈ ഒരു പാക്കിങ്സ് ഗ്ലാസ് ബോട്ടിൽസിലായിരിക്കും നമ്മൾ പാക്ക് ചെയ്യുന്നത്. ചിലതില് ഇപ്പൊ നമ്മള് അസ്താലിൻ പോലുള്ള അല്ലെങ്കിൽ നമ്മളിപ്പോ എന്താ പറയാ നെബിലൈസ് ചെയ്യാനായിട്ട് വരുന്ന ചില മരുന്നുകൾ പ്ലാസ്റ്റിക്കിലും കാണാറുണ്ട് അല്ലെ? ഇങ്ങനെ നമ്മളിത് തിരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഫുൾ പാക്ഡ് ആയിട്ട് ഒരു പ്ലാസ്റ്റിക് ട്യൂബിൽ തിരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓപ്പൺ ആവും. കണ്ടിട്ടില്ല? നമ്മളിപ്പോ ആന്റിബയോട്ടിക്കിന് ഉപയോഗിക്കുന്ന വെള്ളം, അതിലുപയോഗിക്കുന്ന ഒരു സൊല്യൂഷൻ ഇല്ല, അതിനെ ഒഴിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷൻ കണ്ടിട്ടില്ല നിങ്ങൾ? ആന്റിബയോട്ടിക് മരുന്നുണ്ടാവും കുട്ടികളുടെ, അതിനോടൊപ്പം എന്താണ് ആ ബോട്ടിൽ മിക്സ് ചെയ്യാൻ നമുക്ക് ഒരു വെള്ളം ഉണ്ടാവും, ഒരു വാട്ടർ കണ്ടന്റ് ഉണ്ടാവും. ആ കണ്ടന്റിന്റെ പാക്കിങ് കണ്ടിട്ടില്ലേ? അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ തിരിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് പൊട്ടിപ്പോകും. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് അതിനകത്തേക്ക് ഒഴിച്ചിട്ടാണ് നമ്മൾ അതിങ്ങനെ ഷേക്ക് ചെയ്യുന്നത് അല്ലെ? യെസ്. അപ്പൊ ഇഞ്ചക്ഷന്റെ ചെറിയ ചിലതൊക്കെ എന്താണ് ഈ ഒരു ഫോർമുലയിൽ വരാറുണ്ട്. അതെ ചിലത് ഇങ്ങനെ ക്യാപ്പ് ഉള്ളതായിട്ടും വരും, അല്ലാതെ എന്താണ് ഒരൊറ്റ ഫോർമാറ്റിൽ ഇതേപോലെ ഒരു മിസൈൽ രൂപത്തിലേക്ക് ഇരിക്കുന്ന പോലെയൊക്കെ വരാറുണ്ട്. ഓക്കെ, ഇഞ്ചക്ഷൻസ് എല്ലാം തന്നെ ഇങ്ങനെയാണ് ഗ്ലാസ് ബോട്ടിൽസിലായിരിക്കുള്ളൂ ഫോം ചെയ്ത് വരുന്നത്. ഓറൽ സസ്പെൻഷൻസ് ആൻഡ് powder from packed in plastic and glass bottles, whereas syrup and liquid suspensions are supposed to be packed in glass bottles and plastic bottles. ഇനി നമ്മുടെ ഓറൽ സസ്പെൻഷൻസ് എങ്ങനെയായിരിക്കും അതിന്റെ അല്ലെങ്കിൽ പൗഡർ പാക്കിംഗ് ഒക്കെ എങ്ങനെയാണോ വരുന്നത്? പൗഡർ പാക്കിംഗ് ഒക്കെ ഇങ്ങനെയാണോ വരുന്നത്? ഇതിലുണ്ടോ അത്? പൗഡർ പാക്കിങ്സ് നമ്മുടെ ഇപ്പൊ ORS ഒക്കെ വരുന്നത് എങ്ങനെയാണ്? ORSന്റെ പാക്കിംഗ് എങ്ങനെയാ പിള്ളേരെ? കവറാണ് അല്ലെ? പ്ലാസ്റ്റിക് കവറിലായിരിക്കും വരുന്നത്. ഓക്കെ, നേരത്തെ ഒരു കാര്യം കിട്ടുമോ കേട്ടോ? പേപ്പർ സ്ട്രിപ്പ് ആണോ? ഇത് പേപ്പർ പോലത്തെ ഗുളികളായിരിക്കും. നമുക്ക് അലുമിനിയം അല്ല, പെട്ടെന്ന് കീഴിലെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് അതിവിടെ പേപ്പർ സ്ട്രിപ്പ് ആണോ പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ നമ്മള് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ORSന്റെ പാക്കിംഗ് ആലോചിച്ചാൽ മതി. കണ്ടിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക് പാക്കറ്റിലായിരിക്കും വരുന്നത്, പാക്കേജ് ആയിരിക്കും. അതിന്റെ മുകളിൽ വരുന്ന ആ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു എന്താ പറയാ, ചിലത് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള പ്ലാസ്റ്റിക്സ് ആയിരിക്കും, ചിലതിൽ വരുന്ന പാക്കിംഗ് എന്ന് പറയുന്നത് കുറച്ച് റഫ്നെസ് ഉള്ള മെറ്റീരിയൽ ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും പലതും പല കമ്പനീസ് പല രീതിയിലാണ് നടക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ നമ്മുടെ സിറപ്പ് ഒക്കെ എങ്ങനെയാണ്? സിറപ്പ് അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? സിറപ്പുകളൊക്കെ ഏതിലാണ് വരുന്നത്? സിറപ്പ് ഏതിലാണ് വരുന്നത്? ബോട്ടിൽസിലാണ് അല്ലെ? യെസ്, ബോട്ടിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസിൽ വരാറുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഗ്ലാസ് ബോട്ടിൽസിലും ഉൾപ്പെടാറുണ്ട്. Okay. External applications such as oil are packed in glass, plastic bottles. ഇനി ചില മെറ്റീരിയൽസിൽ ഓയിൽ പോലുള്ള മെറ്റീരിയൽ ഉണ്ടാവും, അതും നമ്മൾ എന്തിലാണ്? പ്ലാസ്റ്റിക് ബോട്ടിൽസ് തന്നെയായിരിക്കും.
എക്സ്റ്റേണൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്. നമ്മൾ എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ എന്താണ്, അകത്താണോ പുറത്ത് ഉപയോഗിക്കുന്നതാണോ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ്? എക്സ്റ്റേണൽ പുറത്ത് കഴിക്കുന്ന വരുന്നതാണ് അല്ലെ. എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ലൈക്ക് ഓയിൽമെന്റ്സ് പാക്ഡ് ഇൻ പ്ലാസ്റ്റിക് ആൻഡ് അലുമിനിയം ട്യൂബ്സ്. ഇതിന് എക്സാമ്പിൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽമെന്റ്സുകൾ അല്ലെ. അത് നമ്മൾ ഏത് പാക്കിങ്ങിലാണ് വരുന്നത്? പ്ലാസ്റ്റിക് അല്ലെങ്കിൽ അലുമിനിയം ട്യൂബിലായിരിക്കും. ഒന്നുകിൽ പ്ലാസ്റ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ ഇതൊക്കെ എന്താണ്, ഇതെന്ത് ഫോർമാറ്റിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്? അലുമിനിയം ആണോ പ്ലാസ്റ്റിക് ആണോ ഇത്? വളരെ ഓയിൽമെന്റ് ട്യൂബ് ഇതില് നോക്കിയേ പ്ലാസ്റ്റിക് ആണ്. ഇത് തന്നെ സെയിം നമ്മൾ എന്തിലും വരാറുണ്ട്? ഓയിൽമെന്റിലും വരാറുണ്ട് അല്ലെ. സോറി, അലുമിനിയത്തിലും വരാറുണ്ട്. അലുമിനിയം കുറച്ച് ടൈറ്റ് ആയിരിക്കും അത്. നമുക്കിപ്പോ മുറിവിനൊക്കെ ഉപയോഗിക്കുന്ന, ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാവുന്ന ഉപയോഗിക്കുന്ന മെഡിസിൻസ് ഒക്കെ ഓയിൽമെന്റ് അലുമിനിയം ട്യൂബിലും വരാറുണ്ട്. എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ കൂടുതലായിട്ട് ഓയിൽമെന്റ്സ് ആണ്. അത് പ്ലാസ്റ്റിക്കിലോ അലുമിനിയം ട്യൂബ്സിലായിരിക്കും വരുന്നത്. The tablets or capsules are typically packed in 1 into 10 and such 10 strip or blister are packed again in customer packing. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു ടാബ്ലറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ എത്ര എണ്ണം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ഒരു ക്യാപ്സൂൾ എന്ന് പറയുന്നത്? ടിപ്പിക്കലി പാക്കിംഗ് എങ്ങനെയായിരിക്കും? എത്ര എണ്ണമാണ് അതിൽ വരുന്നത്? എത്ര എണ്ണമാണ്? 10 സ്ട്രിപ്പുകളിൽ അല്ലെ. 10 സ്ട്രിപ്പുകളില് അതായത് 1 into 10 എന്നൊരു റേഷ്യോയിലാണ് ഇത് വരുന്നത് അല്ലെ. 10 strips or blisters are packed again in customer packing. ഓക്കെ, മാക്സിമം ഒരു പാക്കിങ്ങിൽ ഒരു 10 ടാബ്ലറ്റ്സ് ആയിരിക്കും ഉണ്ടാകുന്നത് അല്ലെ. നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ടാണ് നമുക്ക് കട്ട് ചെയ്ത് തരുന്നത്. എത്ര എണ്ണമാണോ ഡോക്ടർ പ്രിഫർ ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും കട്ട് ചെയ്ത് തരും. 10 ആവശ്യമാണെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് സ്ട്രിപ്പിംഗ് നമുക്ക് തരാറുണ്ട്. ഇനി 10 മാത്രമായിരിക്കോ? ഈ ഒരു ബ്ലിസ്റ്റർ പാക്കിങ്ങിൽ എത്ര ടാബ്ലറ്റ്സ് ഉണ്ട്? ഈ ബ്ലിസ്റ്റർ പാക്കിങ്ങിൽ എത്ര ടാബ്ലറ്റ്സ് ഉണ്ട് പിള്ളേരെ? എത്ര ടാബ്ലറ്റ്സ് ഉണ്ട് ഇതില്? 12 ആണോ? 12 ആണോ? പതിനഞ്ചെണ്ണം ഉണ്ടോ? ഒരു മിക്സിംഗ് ആണല്ലോ. ശരിക്കും നോക്കിയേ, 10 എണ്ണോ? ഇനി എണ്ണാനും കൂടി ഞാൻ പഠിപ്പിക്കാം. 14 എണ്ണം ഉള്ളതില് അത് മിക്സിംഗ് ആണ് അവിടെ. അത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ ബ്ലിസ്റ്റർ പാക്കിങ്ങില് ഒരു 5 ഗുളികയൊക്കെ ചിലപ്പോ ഉണ്ടോ, അതിൽ നടുക്ക് കുറെ ഷേപ്സ് ഒക്കെ വന്നിട്ടുണ്ടോ അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ലൈനൊക്കെ വന്നിട്ടായിരിക്കും അടുത്ത ഗുളിക വരുന്നത്. അങ്ങനെ അത് പല പാക്കിങ്ങിൽ വരാറുണ്ട്. അലുമിനിയം സ്ട്രിപ്പിലൊക്കെ എത്ര ടാബ്ലറ്റ്സ് ഉണ്ട്? അലുമിനിയം സ്ട്രിപ്പില് 10 ആണോ? അലുമിനിയം സ്ട്രിപ്പില് 10 അല്ലേ? ഇങ്ങോട്ട് നോക്ക്, എണ്ണയാണ് ഇരുന്നത് ഇരിക്കുകയാണ്. ഓക്കെ, കിട്ടി 10 എണ്ണം. പേപ്പർ സ്ട്രിപ്പിൽ എത്ര എണ്ണം ഉണ്ട്? പേപ്പർ സ്ട്രിപ്പില് ഈ എഴുതിയിരിക്കുന്നതിനകത്ത് മുഴുവനും മെഡിസിൻസ് ആണ് കേട്ടോ. അത് എത്ര എണ്ണമാണ്? 1, 2, 3, 4, 5, 6, 7, 8. അത് 10 എണ്ണം ഉണ്ടോ? 8 എണ്ണമാണ്. യെസ്, അങ്ങനെയും വരാം. 8 എണ്ണത്തിന്റെ അങ്ങനെ 3-4 പാക്കറ്റ്സുകൾ, 3-4 കോമ്പിനേഷൻസ് വരാം. അങ്ങനെയും വരാം. അപ്പൊ ഏത് രീതിയിൽ അത് വരാറുണ്ട്? മാക്സിമം എന്താണ് 10. ഒരു 10 എണ്ണം അല്ലെങ്കിൽ ചെറിയ സ്ട്രിപ്പ് ആണെങ്കിൽ എന്താണ് ഒരു ഭാഗത്ത് 5 എണ്ണം, മറ്റേ ഭാഗത്ത് 5 എണ്ണം, അങ്ങനെയായിരിക്കും ഇതിന്റെ പാർട്ടീഷൻസ് വരുന്നത്. ഓക്കെ, യെസ്. പിന്നെ ഇവിടെ ഒരു കാര്യം പറയാം, ഇതുവരെ ചോദിച്ചിട്ടില്ല, ഇനി ചോദിച്ചുകൂടായില്ല, പറയാൻ പറ്റില്ല അല്ലെ. അപ്പോ ഈ എന്തെല്ലാമാണെന്നൊന്ന് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നതിന്റെ പേരുകളൊന്ന് പഠിച്ചു നോക്കാം കേട്ടോ. പേര് സ്ട്രിപ്പ് ഏതാണ്, അലുമിനിയം സ്ട്രിപ്പ് ഏതാണ്, ഓയിൽമെന്റ് ട്യൂബ് ഏതാണ്, ഇഞ്ചക്ഷൻ വയർ ഏതാണ്, ബോട്ടിൽ പാക്ക് ഏതാണ്, ബ്ലിസ്റ്റർ പാക്കിംഗ് ഏതാണെന്ന് നിങ്ങൾക്ക് ഇനി കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ഓക്കെ, യെസ്. ഓക്കെ, നിങ്ങൾ ഇവിടെ പഠിച്ച കാര്യങ്ങളിൽ വീട്ടിൽ ആരെങ്കിലും പറഞ്ഞ ആളാവാറുണ്ടോ? നിങ്ങള് ഇവിടെ പഠിക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ ആരെങ്കിലും ഇവിടെയൊക്കെ പറഞ്ഞ ഉണ്ട്? എന്താണോ എന്നോട് ഒരു കുട്ടിയുടെ അമ്മ ഇങ്ങോട്ട് പറഞ്ഞതാണ് കോൺവൊക്കേഷൻ വന്നപ്പോ, എന്റെ ടീച്ചറെ വീട്ടില് ഈ ഷോയാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. എന്താണ്, എന്തോ വലിയ കാര്യങ്ങൾ അവിടെ പഠിച്ചു എന്നുള്ള ഇതിലാണ്. എന്തെങ്കിലും ഇപ്പൊ ഒരു ആശുപത്രി പോകാൻ പറ്റില്ല, വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം വന്നു പറയുമ്പോ അവിടെ അങ്ങനെയാണ്, ഇത് അങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്, അങ്ങനെയാണോ തോന്നുന്നത്. കുട്ടി ഭയങ്കര സമർപ്പിക്കലാണ്. അതായത് ആളാണ്
ഭയങ്കര ശല്യമാണ് തന്നെ കോഴ്സ് പഠിച്ചിട്ട്. അമ്മ പറയാണ്, സ്വന്തം അമ്മ പറയാണ് കേട്ടോ, കോഴ്സ് കമ്മ്യൂണിക്കേഷൻ അമ്മ പറയാണ്. ചിലപ്പോ സത്യമായിരിക്കുമല്ലോ, ചില കുട്ടികൾക്ക് അങ്ങനെയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച കൊച്ചാണെങ്കിൽ ആ നിങ്ങൾക്ക് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പല കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാവും അല്ലെ, നിങ്ങൾ പഠിച്ചാങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചിലവർക്ക് അത് അമ്മ പറഞ്ഞ അതെനിക്കൊരു ബുദ്ധിമുട്ടല്ല മിസ്സേ, പക്ഷെ ഭയങ്കര ഷോയാണ്. ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാവരും മുമ്പിലൊന്നും വലിയ ആളാവും. എല്ലാവരും ഇപ്പൊ പഠിച്ചു കഴിഞ്ഞത് ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ളതാ, PG ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആള് ചിരിക്കാണ്, എല്ലാം മിസ് ചെയ്യണം. നമ്മൾ പഠിച്ച കാര്യങ്ങള് റിയൽ ആയിട്ട് ആണ് നമുക്ക് പറഞ്ഞു കൊടുക്കണേന്ന് ചോദിക്കണം. ശരിയാണ്, ആള് ചെയ്യുന്നത് ശരിയാണ്. കോൺഫിഡൻസ്, ആൾക്ക് കോൺഫിഡന്റ് ഉണ്ട്, അതുകൊണ്ടാണ് ആൾ ഉറപ്പിച്ച് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ കാര്യകാരണങ്ങൾ മനസ്സിലാക്കാൻ പറ്റണം ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇതിൽ എത്ര ചാപ്റ്റേഴ്സ്, ഡിപ്ലോമയും ഇതെല്ലാം ഉൾപ്പെട്ട് അത്യാവശ്യം ഒത്തിരി ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഈ എല്ലാ ഫീൽഡിനെ കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ടൊരു ബേസിക് നോളജ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ അംഗീകരിക്കുക കേട്ടോ, നിങ്ങളത് അംഗീകരിക്കുക. ക്വസ്റ്റ്യൻസോ മോക്ക് ടെസ്റ്റോ ഒന്നുമല്ല, നമ്മൾ ഏതായിട്ടത് ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോ അത് കുറച്ചുകൂടി വ്യത്യസ്തമായിരിക്കും. നമ്മൾ പഠിച്ചതിൽ വ്യത്യസ്തമായിരിക്കും റിയൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, അതിനെല്ലാവരും നിങ്ങൾ ഏബിൾ ആണ്. നിങ്ങളെ തന്നെ വിശ്വസിച്ചു കഴിഞ്ഞാൽ എന്ത് ജോലിയും ചെയ്യാൻ പറ്റും കേട്ടോ. ഡിപ്പാർട്ട്മെന്റ്സുകൾ തന്നെ നിങ്ങൾക്ക് പറയാം. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽസ് നിങ്ങൾ പഠിച്ചവരാണ്, റേഡിയോളജി പഠിച്ചവരാണ്. ഒരു ഹോസ്പിറ്റൽ ബേസ് മാനേജ്മെന്റ് എങ്ങനെയാണ്, 2 ടൈപ്സ് ഓഫ് ബേസ് മാനേജ്മെന്റ് പഠിച്ചവരാണ് നിങ്ങൾ അല്ലെ. ക്വാളിറ്റി എങ്ങനെയാണ്, ക്വാളിറ്റി മാനേജ്മെന്റ് പഠിച്ചിട്ടുണ്ട്. മെറ്റീരിയൽസ് സർവീസസ് ആണ് നോക്കിയാണെങ്കിൽ എന്താണ് മെറ്റീരിയൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം. പിന്നെ എന്താ നിങ്ങൾക്ക് അറിയാതെ, ഇതൊക്കെ എങ്ങനെ ചെയ്യണമെന്നാണ് അറിയാത്തത് അല്ലെ. എല്ലാം അറിയാം, അത് ഓരോ ജോലി തുടങ്ങുമ്പോൾ മനസ്സിലാവുള്ളൂ. നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതെന്നല്ല, നമ്മൾ ചെയ്ത് പെർഫോം ചെയ്ത് തുടങ്ങുമ്പോൾ എല്ലാം ഓക്കെ ആവും. ആ ഒരു ധൈര്യത്തിൽ പോവാം കേട്ടോ. പ്രാക്ടിക്കലി വ്യത്യാസമാണ്, തിയറിയും പ്രാക്ടിക്കലിയും നമ്മൾ വ്യത്യാസമല്ലേ. നമ്മളൊരു കറിയുടെ ഇൻഗ്രീഡിയൻസ്, ഒരു കറി ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ വാഗൊണ്ട് പറയുന്നത് പോലെയല്ല, ആ ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മൾ പ്രാക്ടിക്കലി ആ കറി ഉണ്ടാക്കുമ്പോ അല്ലെ അല്ലെ വ്യത്യാസമല്ലേ. സത്യം. അത് തന്നെയാണ്, അത് എല്ലാം കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആണ് കേട്ടോ. അപ്പൊ 5th മൊഡ്യൂളിലെ എന്റെ പോർഷൻസ് കഴിഞ്ഞു. നമുക്ക് 6th പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ്. അത് തുടക്കം എളുപ്പമാണ്, ഒടുക്കം എളുപ്പമാണ്. ഇടയ്ക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. ഇതെല്ലാ ഭാഗത്തും ഞാൻ പറയാറുണ്ട്, പക്ഷെ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ട് തോന്നിയോ ഇത്ര എടുത്തിട്ട്? ഇല്ല, അങ്ങനെ പറഞ്ഞു വെച്ചാൽ എനിക്കൊരു കോൺഫിഡൻസ് ആണ് എടുക്കാൻ. നിങ്ങളോടത് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ അത് കരുതിയിരിക്കുമല്ലോ. ഇപ്പൊ ഇനി എന്താണ് നമ്മള് നോക്കാം, രാവിലെയാണ് നാളെ എടുക്കാം കേട്ടോ. ഈ ചാപ്റ്റർ കുഴപ്പമില്ല. ഇനി ഇതില് നമുക്ക് ഡിസാസ്റ്റർ പഠിക്കാനുണ്ട്. നമ്മുടെ ഡിപ്ലോമ പഠിച്ച ഡിസാസ്റ്റർ ഒന്നും ഇതില്ല, മനസ്സിലാവില്ല. മൊത്തം ഒരു ദുരന്തത്തിൽ ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. കഴിഞ്ഞ ഡിപ്ലോമയിലെ ഡിസാസ്റ്റർ വിഷയം കുഴപ്പമുണ്ടായില്ല അല്ലെ, രസമായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. Thank you, have a nice day.